എൻ്റെ മക്കൾക്ക് ആഹാരം പോലും വെച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. രാവിലെ അതുങ്ങൾ ആഹാരം പോലും കഴിക്കാതെ സ്കൂളിൽ പോകുന്നത്. അമ്മയുടെ കാര്യം ഓർത്തിട്ട് വിഷമം വരുന്നു. ഞാനൊരു ഹിന്ദുവാ എങ്കിലും ഞാൻ മുസ്ലിം പള്ളികളിൽ പോയ വിഷയം എടുത്താൽ ഞാൻ എൻ്റെ മരുന്നിനുള്ള ചെലവെല്ലാം കണ്ടെത്തുന്നത്. കരയണ്ട കേട്ടോ, അമ്മയെ നമുക്ക് രക്ഷപ്പെടുത്തേ. കരയണ്ട കേട്ടോ, അമ്മ രക്ഷപ്പെടും കേട്ടോ. കണ്ണുനീര് കണ്ടിട്ട് ഞങ്ങൾക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു പെറ്റമ്മയോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട്. തള്ള പറയുക, ഈ കൊച്ചു പറയും നമ്മ മരിക്കത്തില്ല, എൻ്റെ കിഡ്നി വേണമെങ്കിൽ അമ്മയ്ക്ക് ഞാൻ തരാമെന്ന്. അത്രയ്ക്ക് സ്നേഹം ആ കുഞ്ഞിന് അമ്മയോടെ. ഞങ്ങൾ ഇതായിരുന്നു ഇതേപോലെ പൊട്ടിക്കരയുക. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്, പക്ഷേ വീഡിയോ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു അങ്കലാപ്പ്. കാരണം ഈ കുഞ്ഞിൻ്റെ കണ്ണുനീര് കണ്ടിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. കാരണം എനിക്കുണ്ട് മക്കൾ, പക്ഷേ ഇതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയായപ്പോൾ ഈ കൊച്ചിൻ്റെ കണ്ണുനീര്. എല്ലാവരും ഈ കുഞ്ഞിനെ ഓർത്ത് എല്ലാവരും ഒന്ന് സഹായിക്കണം. ഈ മോൻ്റെ അമ്മയുടെ 2 കിഡ്നിയും തകരാറിലായിരിക്കുകയാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത്. ഭർത്താവിൻ്റെ കിഡ്നിയാണ് അവർക്ക് വെക്കുന്നത്. അദ്ദേഹത്തിന് കൂലിപ്പണിയാണ്, ഇവർക്ക് വേറെ ആരുമില്ല. ഈ 2 മക്കളും അവരും അവരുടെ ഭർത്താവാണുള്ളത്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുഞ്ഞുങ്ങൾ 2 പേരും അനാഥരാവുകയാണ്. അപ്പോൾ എന്നിട്ട് പോലും ആ ഭർത്താവ് അവർക്ക് കിഡ്നി കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും നമ്മളെപ്പോലുള്ളവരെല്ലാവരും അവരെ ഒന്ന് സഹായിക്കണം. അത്രയും എമർജൻസിയാണ് ഓപ്പറേഷൻ. എത്രയും പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലായിട്ടിരിക്കുകയാണ്. തരേണ്ടതാണ്. ഞങ്ങളിന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മാങ്ങാങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു മോളാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഈ മോളാണ് ഈ അമ്മയെ ഡയാലിസിസിന് കൊണ്ടുപോകുന്നത്. അവരുടെ ഭർത്താവ് കൂലിപ്പണി ചെയ്താണ് അവരുടെ കുടുംബം പോരുന്നത്. കയറിക്കിടക്കാനും പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് അവരിന്ന് ജീവിക്കുന്നത്. പാർട്ടിക്കാരെടുത്തു കൊടുത്തൊരു പാർട്ടി ഓഫീസിനകത്ത് ഈ 2 മക്കളും അവരുടെ ഭർത്താവും കൂടെ കഴിഞ്ഞു കൂടുന്നതാണ്. എൻ്റെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല ഞാൻ കാരണം. എനിക്കാണെങ്കിൽ വേദന കൊണ്ട് ചെയ്യാൻ വരെ തോന്നുക. എത്ര ദിവസം ഡയാലിസിസ് കഴിഞ്ഞ് വന്ന് ഡയാലിസിസ് ചെയ്യാൻ പറ്റത്തില്ല. ചിലത് 10 ദിവസം ഡയാലിസിസ് ചെയ്യാതെ കിടന്നിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ 108 കൊണ്ടുപോയിട്ട് അറിയാതെ എല്ലാം പോവുമായിരുന്നു. അവിടെ കൊണ്ടുപോയി ഡയാലിസിസ് ചെയ്ത് 10 ദിവസം കഴിഞ്ഞാണ് എൻ്റെ ജീവൻ കിട്ടിയത് എനിക്ക്. അതുപോലെ തന്നെ എന്ന് ഡയാലിസിസ് കഴിഞ്ഞ് തിങ്കളും വ്യാഴവും ഡയാലിസിസ് സർജറി ഡേറ്റ് എന്നേ ഡോക്ടർമാർ പറഞ്ഞതാണ്. നിവർത്തിയില്ലാത്തതുകൊണ്ട് ടെസ്റ്റിനും പോയില്ല, ചെക്കപ്പിനും ഒന്നും പോയിട്ടില്ല. എല്ലാം മുടങ്ങി കിടക്കുമ്പോൾ ഡയാലിസിസ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇപ്പം ഗുളിക മേടിക്കാനും മരുന്ന് മേടിക്കാനും ഒന്നും നിവർത്തിയില്ല. ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് നടക്കുക. ഇപ്പം എനിക്ക് വീൽ ചെയറിൽ എന്നെ കൊണ്ടുപോകുന്നത്. ഞാനൊരു ഹിന്ദുവാ എങ്കിലും ഞാൻ മുസ്ലിം പള്ളികളിൽ പോയ വിഷയം എടുത്താൽ ഞാൻ എൻ്റെ മരുന്നിനുള്ള ചിലവെല്ലാം കണ്ടെത്തുന്നത്. എനിക്ക് പോകാൻ വയ്യാഞ്ഞിട്ട് പോലും ഞാൻ പോയിട്ടുണ്ട് വണ്ടിയിൽ. എനിക്ക് നടക്കാൻ വയ്യ, എൻ്റെ കാല് കുഴഞ്ഞ് വീഴുക നടക്കുമ്പോൾ. വീൽ ചെയറിലല്ലാതെ എനിക്ക് നടക്കാൻ പോലും പറ്റത്തില്ല. ആഹാരം കഴിക്കാൻ വയ്യ, വെള്ളം കുടിക്കാൻ വയ്യ, ഒരു വക കഴിക്കാൻ വയ്യ, ഛർദില, കാല് കുഴയ, വയറെല്ലാം വേദനയാണ്, വയറ്റിലൊന്നും തൊടാൻ വയ്യ. എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ്. 1 വർഷം കൂടി ഡയാലിസിലൂടെ പോവുക. ഡയാലിസിസ് ചെയ്തിട്ട് ശരീരം മുഴുവൻ വേദനയാണ്. ഇന്നലെയും പോയി ഡയാലിസിസ് ചെയ്തിട്ട് വന്ന് എഴുന്നേക്കാൻ പോലും വയ്യായിരുന്നു. എൻ്റെ മക്കൾക്ക് ആഹാരം പോലും വെച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. രാവിലെ അതുങ്ങൾ ആഹാരം പോലും കഴിക്കാതെ സ്കൂളിൽ പോകുന്നത്. കൊച്ചിനാണെങ്കിൽ മോക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് അതാ ഡയാലിസിന് പോകുന്നത്. തിങ്കളും വ്യാഴവും മക്കളെനിക്ക് സ്കൂളിൽ പോകാതെ എൻ്റെ മോളെനിക്ക് കാവൽ, എൻ്റെ മക്കളെനിക്ക് കാവല. ഞാൻ ആ ദൈവം എന്നുള്ള പേടിയാണ് അതുങ്ങൾക്ക്. എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യെന്ന് ഞാൻ അതുങ്ങളോട് തന്നെ പറയാം. എനിക്ക് ജീവിക്കാൻ വയ്യ, എനിക്ക് മതി. എനിക്കിങ്ങനെ വേദന തിന്നാൻ വയ്യ, കയ്യും കാലും എല്ലാം നീര് വയ്ക്കുക, എല്ലായിടവും നീര് വന്ന് എനിക്ക് വയ്യ. നീര് കൊണ്ട് വേദനയാണ് എനിക്ക് ശരീരം മുഴുവൻ. രാത്രി ഉറക്കമില്ല, ഉറങ്ങാതെ കുത്തിയിരിക്കുക, ഉറങ്ങാൻ പറ്റത്തില്ല. ശരീരത്തെ മക്കളെ ഓർത്ത് മാത്രം എൻ്റെ ജീവൻ എല്ലാവരും രക്ഷിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേറെ ആരും ഇല്ല. എൻ്റെ ഭർത്താവാണ് എനിക്ക് കിഡ്നി തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ കിഡ്നി എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കതാ മാറ്റമായിരിക്കുന്നത്. പക്ഷേ അതിനുള്ള ചിലവ്, അതിനുള്ള തുക ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതിനുള്ള സർജറിക്കുള്ള പൈസ ഇല്ല ഞങ്ങളുടെ കയ്യിൽ. അതുകൊണ്ട് എല്ലാവരും നല്ലവരായ എല്ലാ ആൾക്കാരും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വേറൊരു നിവൃത്തി. എൻ്റെ അമ്മ കരയില്ലേ, എൻ്റെ അമ്മയുടെ അസുഖം. 2 കിഡ്നിയും നഷ്ടപ്പെട്ട് വളരെ ദുഃഖത്തിൽ കഴിയുന്ന 2 കുട്ടികളുള്ള ഒരു കുടുംബമാണ്. ഇവർക്ക് സ്വന്തമായി കിടപ്പാടോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത പ്രിയയ്ക്കും കുടുംബത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്
ഇവിടെ ഒരു വീടെടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം പ്രിയപ്പെട്ട എല്ലാ രോഗികളെയും സഹായിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ പ്രിയയുടെ കുടുംബത്തെ സഹായിക്കുന്നതിനോടൊപ്പം ആ കിഡ്നി മാറ്റിവെക്കുന്നതിന് വേണ്ടി പ്രിയയുടെ ഭർത്താവ് സന്നദ്ധനാണെങ്കിൽ പോലും അത് ആ പ്രക്രിയ ചെയ്യുന്നതിന് വേണ്ടി വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബഹുമാന്യരായിട്ടുള്ള എല്ലാവരും ഈ കുടുംബത്തെ സഹായിക്കണം. ആ രോഗത്തിൽ നിന്നും പ്രിയയ്ക്ക് മോചനമുണ്ടാകണം.